നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വരുന്നു. എന്നിട്ട് കുഞ്ഞുമോനോട് ചോദിക്കാണ്, മോനെ 10 വയസ്സല്ലേ നിന്റെ പ്രായം? ഉടനെ പറഞ്ഞു, നബിയേ അങ്ങയെ പ്രണയിച്ചു വന്നതാണ്. അപ്പ ചോദിക്കുന്നു, എന്തിനാണ് മോനെ വന്നത്? ഉടനെ പറയുന്നു, നബിയേ എന്റെ മനസ്സിൽ അങ്ങു മാത്രമാണ് റസൂലല്ലാഹ്. ആ സമയം ഈ കുഞ്ഞുമോൻ ഞെട്ടിയുണർന്നു ഉറക്കിൽ നിന്ന്. ഹബീബായ തങ്ങളെ റൗളയോട് ചേർന്നു നിന്നിട്ട് കുഞ്ഞുമോൻ ദുആ ചെയ്യുന്നു, അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗളയിൽ ഞാൻ വന്നു, ഹബീബായ തങ്ങളെ ഞാൻ കണ്ടു. ഇനി എനിക്ക് എന്റെ ജീവിതത്തിൽ മറ്റൊരു പ്രതീക്ഷയും ആശയുമൊന്നുമില്ല. യാ റസൂലല്ലാഹ്, അങ്ങയുടെ മദീനയിൽ എനിക്ക് 6 അടി മണ്ണ് തരുമോ റസൂലല്ലാഹ്? ഈ കുഞ്ഞുമോൻ മദീനയിൽ വെച്ച് വഫാത്താവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ഹബീബായ തങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ച് ജീവിതത്തെ മദീനയുമായി കൂട്ടിക്കെട്ടിയ എത്ര മഹത്തുക്കളാണ്. അറിയില്ലേ, സമർഖന്ദിലെ 10 വയസ്സുള്ള കുഞ്ഞിമോന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ പ്രണയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് എനിക്ക് ഹബീബിന്റെ മദീനയിൽ പോയി നബി തങ്ങൾ അന്തിയുറങ്ങുന്ന റൗള ശരീഫിന് അഭിമുഖമായി നിന്ന് എനിക്ക് സലാം പറയണമല്ലോ അല്ലാഹ് എന്ന ചിന്തയിൽ ഈ 10 വയസ്സുള്ള കുഞ്ഞുമോൻ പ്രായത്തിന്റെ ചാബല്യങ്ങളും ബലഹീനതകളും വകവെക്കാതെ മദീനയിലേക്ക് ഇഴഞ്ഞു മദീനയിലെത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഏതാണ് ഈ പ്രായം? കാലിന്റെ ചുവപ്പ് മാറാത്ത സമയം, ഉമ്മയുടെ മടിച്ചൂടിന്റെ ആശ തീരാത്ത കാലമാണ്. 10 വയസ്സുള്ള കുഞ്ഞിമോൻ ഹബീബിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ശരീരം മണ്ണുമായി ചേർന്ന് നടന്നിഴഞ്ഞിഴഞ്ഞ് ശരീരം നിറയെ വ്രണം വന്ന് പൊട്ടിയിരിക്കുകയാണ്. മദീനത്തെ ബൗണ്ടറിയിലെത്തിയപ്പോൾ കുഞ്ഞിമോൻ അനങ്ങാൻ കഴിയുന്നില്ല. ശരീരത്തിന്റെ തൊലി മുഴുവനും ഉരിഞ്ഞി ചോരയൊലിക്കുന്നുണ്ട്. അതിർത്തിയിലെത്തിയപ്പോ നബിയെ വിളിച്ചു, നബിയേ എത്തുമെന്ന പ്രതീക്ഷയിൽ വന്നതല്ല, അങ്ങോടുള്ള പ്രണയം കൊണ്ട് വന്നതാണ് റസൂലല്ലാഹ്. എനിക്കൊരടി പോലും നടക്കാൻ കഴിയുന്നില്ല നബിയേ. إذ جئت طيبة روم زورة قبره أغميت مدهوشا بغيبة قدره فأنا اللهيف فكربة لي فرجي حيران من ذنب أسفت عظيما صلوا عليه وسلموا تسليما. കുഞ്ഞുമോൻ പറഞ്ഞു, നബിയേ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല,
ആ സങ്കടം കൊണ്ട് റബ്ബേ സമർത്തമ്പിൽ നിന്നഴഞ്ഞു വന്ന് മദീനത്തെ ബൗണ്ടറി എത്തീനി റൗളയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെപ്പോലെ പരാജിതരാരാണ് അല്ലാഹ്. ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന പ്രണയം കൊണ്ട് ഒരൊറ്റ വിളിയാണ് അനീസി വവഹദതി വജലീസി ഇൻദ ഖുർബതി യാ റസൂലല്ലാഹ് അനീസി ഇൻദ വഹദതി. ഏകരായിരിക്കുമ്പോ കൂട്ടിന് വരുന്ന മുസ്തഫായ തങ്ങളെ എന്നെയൊന്ന് മദീനയിൽ വന്ന് റൗളയിലെത്തി എന്നെയൊന്ന് തലോടുമോ റസൂലല്ലാഹ്. ഈ കുഞ്ഞിമോന് മദീനയിലെ മണ്ണെടുത്തു തന്റെ മുറിവിൽ പുരട്ടി തന്റെ ശരീരത്തിന്റെ വ്രണമെല്ലാം മാറിപ്പോയി. വീണ്ടും എഴഞ്ഞഴഞ്ഞ് മദീനയിലെ റൗള ശരീഫിലെത്തി. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗളക്ക് അഭിമുഖമായി നിന്ന് സലാം പറഞ്ഞ് ശേഷം അതാ ഹബീബായ തങ്ങളുടെ വീടിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന ഹബീബ് വിശേഷിപ്പിച്ച ആ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഈ കുഞ്ഞിമോന് കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുമ്പോ വരുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വരുന്നു. എന്നിട്ട് കുഞ്ഞുമോനോട് ചോദിക്കാണ്, മോനെ 10 വയസ്സല്ലേ നിന്റെ പ്രായം? ഉടനെ പറഞ്ഞു, നബിയെ അങ്ങയെ പ്രണയിച്ചു വന്നതാണ്. അപ്പ ചോദിക്കുന്നു, എന്തിനാണ് മോനെ വന്നത്? ഉടനെ പറയുന്നു, നബിയേ എന്റെ മനസ്സിൽ അങ്ങു മാത്രമാണ് റസൂലല്ലാഹ്. ആ സമയം ഈ കുഞ്ഞിമോൻ ഞെട്ടിയുണർന്നു ഉറക്കിൽ നിന്ന്. വീണ്ടും റൗളയുടെ മുന്നിൽ ചെന്നു സലാം പറയുന്നു, യാ റസൂലല്ലാഹ് അങ്ങത്ര ഔദാര്യവാനാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങയെ സിയാറത്തു ചെയ്യാൻ വന്നതാണ്. സിയാറത്തു ചെയ്യാൻ വന്നപ്പോഴേക്കും അങ്ങന്റെ സ്വപ്നത്തിൽ വന്നു. അങ്ങയെ ദർശിക്കാൻ എനിക്ക് ഭാഗ്യം തന്നു. നബിയെ എനിക്ക് അവസാനമായ ഒരു അഭിലാഷമുണ്ട് യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളെ റൗളയോട് ചേർന്നു നിന്നിട്ട് കുഞ്ഞുമോൻ ദുആ ചെയ്യുന്നു, അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗളയിൽ ഞാൻ വന്നു. ഹബീബായ തങ്ങളെ ഞാൻ കണ്ടു. ഇനി എനിക്കെന്റെ ജീവിതത്തിൽ മറ്റൊരു പ്രതീക്ഷയും ആശയുമൊന്നുമില്ല. യാ റസൂലല്ലാഹ് അങ്ങയുടെ മദീനയിൽ എനിക്ക് 6 അടി മണ്ണ് തരുമോ റസൂലല്ലാഹ്. ഈ കുഞ്ഞുമോൻ മദീനയിൽ വെച്ച് വഫാത്താവുകയാണ്. മുഅ്മിനീങ്ങളെ, ഏതാണ് ഈ പ്രായം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഹബീബായ തങ്ങളെ മനസ്സിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെല്ലാം സമർപ്പിച്ച് ആ ഹബീബിനെ തേടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവിട്ടിട്ടില്ല. ആ
ഹബീബായ തങ്ങളല്ലേ നമുക്കുള്ള അഭയം. പ്രയാസം വരുമ്പോ വിളി പോകേണ്ടത് മദീനയിലേക്കാണ്. വിഷമമുണ്ടാകുമ്പോ വിളിയെത്തേണ്ടത് മദീനയിലേക്കാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമ്മോട് പ്രണയമുള്ള നേതാവല്ലേ മദീനയിലുള്ളത്. എന്റെ ഉമ്മാനോട് ഞാനൊരു പരാതി പറഞ്ഞാൽ ഉമ്മ കേൾക്കാം. രണ്ടാമതും ഇതേ പരാതി വന്നു പറഞ്ഞാൽ കേൾക്കാനിടയുണ്ട്. മൂന്നാമതും നാലാമതും അഞ്ചാമതും ഇതേ പരാതിയുമായി എന്റെ ഉമ്മയുടെ സമീപത്തെത്തിയാൽ എന്റെ ഉമ്മാക്ക് പോലും എന്നോട് വെറുപ്പ് തുടങ്ങും. നിന്റെ ഒരു പരാതി കേൾക്കാനേ ഇവിടെ സമയമുള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനോട് 100 തവണ പരാതി പറഞ്ഞാലും നമ്മെ ഏറ്റെടുക്കാൻ ആ ഹബീബ് റെഡിയാണ്. നമ്മളൊക്കെ ആ ഹബീബിന് വേണ്ടി സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നാക്കണം.